യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ഈ നവംബർ മാസം മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാസമായിട്ട് സഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ഒരു മാസത്തിൽ നമ്മൾ മരിച്ചവരെ പ്രത്യേകമായി ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ആഹ്വാനം സഭ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വചനഭാഗത്ത് എന്താണ് വിധി, മരണം എന്താണ്, പിന്നെ സ്വർഗം, നരകം, തനത് വിധി, പിന്നെ അന്ത്യവിധി, അങ്ങനെ ഉള്ള മനുഷ്യൻ്റെ ആ കാലഘട്ടത്തെക്കുറിച്ച് സഭ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള ഇതൊക്കെ സഭ എന്താണ് പഠിപ്പിക്കുന്നതെന്നൊക്കെയാണ് ഈ വചനഭാഗത്ത് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാരംഭിക്കാം. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും അനുനിമിഷം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി സ്വർഗമുണ്ടെന്നുള്ള ബോധ്യത്തിൽ സൽപ്രവൃത്തികളും നന്മപ്രവൃത്തികളും ചെയ്തുകൊണ്ട് സ്വർഗത്തിലെത്തിച്ചേരാനുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ദൈവമേ പ്രദാനം ചെയ്യുന്നമേ. ഈ ഭൂമിയിലെ നശ്വരമായ ജീവിതത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച് വ്യഗ്രതയിൽ കൊണ്ടു നടക്കാതെ ദിനപ്പുറത്ത് ഒരു സ്വർഗത്തിലേക്ക് വേണ്ടിയാണ് നമ്മുടെ ആത്മാവിനെ ദൈവം നിത്യതയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ നിത്യത കരസ്ഥമാക്കാനായിട്ട് ഈ ലോകത്തിൽ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. ഈ ലോകകാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു 70-80 വയസ്സ് വരെ ഏറിയാൽ ജീവിക്കും. ആ ഒരു ജീവിതത്തിന് വേണ്ടി മാത്രം നമ്മൾ ദൈവമില്ല എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ പാപത്തെയും ഒക്കെ കാര്യമായി ചിന്തിക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവത്തെ സ്വതന്ത്ര മനസ്സോടുകൂടി ബോധപൂർവം മരിക്കുന്ന സമയം വരെ മരണസമയത്തും പോലും ദൈവത്തെ വേണ്ടാന്ന് ബോധപൂർവം തീരുമാനിച്ചുകൊണ്ട് മാരകപാപത്തിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായും ആ സമയത്ത് തന്നെ നരകത്തിൽ നിന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടും. ദൈവവുമായിട്ടുള്ള ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ആത്മാവിൻ്റെ ദാഹം സാധിക്കാതെ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന നരകമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ സമയത്ത് തന്നെ തനത് വിധി നടക്കുന്നുണ്ട്. മരണമെന്ന് പറഞ്ഞാൽ നിത്യതയിലേക്കുള്ള ഒരു പാതായനമാണ്. മരണത്തിലൂടെ മാത്രമേ നമുക്ക് യേശുവുമായുള്ള ഐക്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വാതിലാണ് മരണമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ നമ്മൾ ദൈവവുമായി ഐക്യപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ സഹോദര സ്നേഹത്തിലും കൃപയിലും ആയിരിക്കുകയാണെങ്കിലും കുമ്പസാരം വഴി പാപത്തിൽ നിന്നെല്ലാം നമ്മൾ മോചനം പ്രാപിച്ച് നമ്മൾ നിത്യരക്ഷ ഉറപ്പാക്കിയവരാണ് ശുദ്ധിയാട്ടിലുള്ളവർ. എന്നാൽ പൂർണ്ണതയുടെ പരിശുദ്ധിയുടെ പര്യായമായ ദൈവത്തിനടുക്കിലേക്ക് നമുക്ക് ചെല്ലണമെങ്കിൽ പരിപൂർണമായ വിശുദ്ധി പ്രാപിക്കാതെ നമുക്ക് ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയില്ല. ആ സ്നേഹത്തിലുള്ള കുറവ് കാരണം ശുദ്ധിസ്ഥലത്ത് പീഡകൾ അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നമ്മുടെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും അനുതാപമൊക്കെ വഴി ദാനധർമ്മവും സൽപ്രവൃത്തികളും വിശുദ്ധ കുർബാന കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള അവരുടെ കാലാവധിയുടെ ദീർഘം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടിയും സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ ഭൂമിയിലെ ആരെങ്കിലുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അധികമായിട്ട് സ്വർഗത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക്
പ്രദാനം ചെയ്യാനായിട്ട് ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. അതേപോലെ തന്നെ സഭയാകുന്ന ശരീരത്തിലെ അവയവങ്ങളാണ്. ഓരോ ദൈവത്തിന് മുന്നിൽ എല്ലാവരും ജീവിക്കുന്നവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ 3 സഭയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് വിജയസഭ, അതാണ് സ്വർഗം ദൈവത്തിൻ്റെ സ്വർഗത്തിലെത്തിയും ദൈവത്തെ മുഖാമുഖം കണ്ട് മുന്നേറിപ്പോയവരാണ് വിജയസഭയിലുള്ളവർ. പിന്നെ സഹകരണ സഭയാണ്. പിന്നെ അങ്ങനെ 3 എല്ലാവരും യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണെന്നുള്ള ബോധ്യത്തിൽ ശുദ്ധീകരണ ആത്മാക്കളുള്ള വേദന അനുഭവിക്കുന്ന സകല വ്യക്തികളും ഈശോയുടെയും ശരീരത്തിലെ അംഗങ്ങളാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രത്യേകമായി നമ്മെ ഒത്തിരി അനുഗ്രഹിക്കാനായിട്ട് ഇടവരുമെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും നമുക്കിപ്പോൾ ഓർക്കാം. അവരെല്ലാം എത്രയും വേഗം ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് അവരെല്ലാം നിത്യരക്ഷ സാധിക്കാനായിട്ട് നമുക്ക് നമ്മുടെ കുർബാനയും പ്രാർത്ഥനയും എല്ലാം അവർക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ആരും പ്രാർത്ഥിക്കാനില്ലാതെ ഇല്ലാത്ത ശുദ്ധീകരണത്തിൽ പെട്ടുപോയ എല്ലാ വ്യക്തികളെയും ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകുകയും അങ്ങയുടെ കുരിശിൻ്റെയും പീഡാസനത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യോഗ്യതയിൽ അവരെല്ലാം ശുദ്ധീകരണത്തിൽ നിന്ന് എത്രയും വേഗം മോചിപ്പിച്ച് യേശുവിൻ്റെ തിരുമുഖ ദർശനം നൽകാനായിട്ട് അവരെല്ലാം ഇടപെടുത്തുന്ന മേൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളോ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ നവംബർ മാസം മാത്രമല്ല എല്ലാ വിശുദ്ധ കുർബാനയും അവർക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും ഒത്തിരി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള കൃപ തരുന്നമേന്ന് നമുക്ക് യേശുവോട് പ്രാർത്ഥിക്കാം. ഈ 100 കൊല്ലത്തിനുള്ളിലുള്ള സകല വിശുദ്ധരും ശുദ്ധീകരണത്തിലെ ആത്മാക്കളോടുള്ള ഭക്തിയിൽ അവരെല്ലാം ഈശോ അവരെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു തീഷ്ണത അവർക്കെല്ലാം നൽകിയിരുന്നു എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് കാണാനായി സാധിക്കും. അതേപോലെ നമ്മളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയ വ്യക്തികളെ അവരുടെ സമ്പത്തും പാരമ്പര്യമായുള്ള സ്വത്തും സമ്പത്തും അവർ നൽകിയ മാതൃകയൊക്കെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ ഇത്രയും വേദനയും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുമ്പോൾ അത് അവരെ ആ ഒരു സാധനത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് നമ്മെ കൊണ്ട് ആവുന്ന രീതിയിൽ സഹായിക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ മുൻകാല തലമുറയിലുള്ള വ്യക്തികളെയും അവരുടെ എല്ലാ പാപങ്ങളും കടങ്ങളും പുറത്ത് അവരെ എത്രയും വേഗം തിരുമുഖ ദർശനം നൽകാനായിട്ട് നമുക്ക് സാധിക്കുന്ന രീതിയിൽ വിശുദ്ധ കുർബാന കണ്ട് കാഴ്ചവെക്കാം. കരുണയ ജപമാലയും അങ്ങനെ പരിഹാര പ്രവൃത്തികളും ജീവകാരുണ്യ പ്രവൃത്തികളും ഒക്കെ കാഴ്ചവെച്ചുകൊണ്ട് കുരിശിൻ്റെ വഴി ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഒത്തിരി പ്രാർത്ഥനകൾ ഒക്കെ ചൊല്ലിക്കൊണ്ട് അവരെല്ലാം എല്ലാ പ്രാർത്ഥനയ്ക്കും അതിൻ്റേതായ രീതിയിൽ പാപപ്രവൃത്തി കൊടുക്കാനായിട്ട് ഓരോ പ്രാർത്ഥനയ്ക്കും അതിൻ്റേതായ ഒരു ചൈതന്യം ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ആ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ട് പിന്നെ വിശുദ്ധ കുർബാനയിൽ അവർക്ക് വേണ്ടി പ്രത്യേകം കാഴ്ചവെച്ചു ഏറ്റവും വലിയ പരിഹാര ബലിയ ഈശോയുടെ വിശുദ്ധ കുർബാന എന്നുള്ള ബോധ്യത്തിൽ ഈശോയുടെ മരണവും ഉത്ഥാനവും ജനനവും പീഡാസഹനവും എല്ലാം സ്വർഗാരോപണവും എല്ലാം അടങ്ങിയിരിക്കുന്നതാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന ബോധ്യത്തിൽ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്കും മറ്റുള്ളവരുടെ പാപങ്ങൾക്കും സ്ത്രീനത്തിലെ ആത്മാക്കൾക്കും വേണ്ടി
കാഴ്ചവെക്കാനും അങ്ങനെ എല്ലാവരെയും യേശുവിന് വേണ്ടി നേടാനായിട്ടുള്ള ഒരു ആത്മീയമായൊരു തീക്ഷ്ണത യേശുവെ ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെയും ഉള്ളിലേക്ക് അങ്ങ് പരിശുദ്ധാത്മാവ് വഴി അറിവിച്ചേൽപ്പിക്കുകയും അവരെ എല്ലാം ഈ കേൾക്കുന്ന വചനമെല്ലാം അവരെ ഒത്തിരി ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല, അതതിൻ്റെ ഉദ്ദേശം നിറവേറ്റുമെന്നുള്ള ബോധ്യത്തിൽ ഈ വചനം ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റം വരികയില്ലെന്ന ബോധ്യത്തിൽ ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ ഓരോ വ്യക്തികളുടെയും കുടുംബാംഗങ്ങളെയും അവരുടെ പ്രിയപ്പെട്ട വ്യക്തികളെയും ശുദ്ധി സ്ഥലത്ത് അകപ്പെട്ടു പോയ അവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും മുൻകാല തലമുറയിലുള്ള എല്ലാ വ്യക്തികളെയും അങ്ങേ തിരുരക്തം കൊണ്ട് കഴുകി വിശദീകരിച്ച് യേശുവിൻ്റെ നാമത്തിൽ കുരിശിൻ്റെ വിശുദ്ധ കുരിശിൻ്റെയും പീഡാസനത്തിൻ്റെയും കുരിശിൻ്റെ ഉത്ഥാനത്തിൻ്റെ യോഗ്യതയിൽ എല്ലാം ദൈവപിതാവിനെ കാഴ്ചവെച്ചുകൊണ്ട് അവരെല്ലാം എത്രയും വേഗം പാപമോചനം പ്രാപിച്ച് ശുദ്ധീകരണത്തിൽ മരിച്ചുപോയ ഒരു വ്യക്തികൾക്ക് സ്വന്തമായി അവർക്കൊന്നും ഒരു പുണ്യം ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്ന് പോയിട്ട് നമ്മുടെ പ്രാർത്ഥന വഴി മാത്രമേ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നിത്യമായ നരകത്തിൽ പെട്ടുപോയ വ്യക്തികൾക്ക് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അതിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് അവർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമില്ല. സ്വർഗത്തിൽ പോയ വ്യക്തികൾ എന്തായാലും ദൈവത്തിൻ്റെ മുഖം ദർശിച്ച് അവർ വിജയത്തിലെത്തിയ വ്യക്തികളെന്ന് അവർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമില്ല. പക്ഷെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെല്ലാം നമ്മളെ ഓർത്ത് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് വരും. അപ്പം നമുക്ക് ആർക്കും അറിയില്ല ആരൊക്കെയാണെന്നും ശുദ്ധീകരണത്തിൽ പോയവർ മരിച്ചു പോയി നരകത്തിൽ പോയത് ഒരാളുടെ അവസ്ഥയും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുകയും അങ്ങനെ സാർവത്രികമായ സഭയ്ക്ക് വേണ്ടിയും ഈ സഭയിൽ നിന്ന് മരിച്ചുപോയ സകല വ്യക്തികൾക്ക് വേണ്ടിയും പിന്നെ ആരാലും എല്ലാവരും അവഗണിക്കപ്പെട്ട് ആരും പ്രാർത്ഥിക്കാനില്ലാത്ത അനാഥരായക്കപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അങ്ങനെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു ശരീരം വേദന അനുഭവിക്കുമ്പോൾ ഒരു തിരുസഭയിലെ എല്ലാ വ്യക്തികളും ആ സഭയിലെ എല്ലാ അംഗങ്ങളും ഓരോ അവയവം വേദന അനുഭവിക്കുമ്പോൾ മറ്റു ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും അത് വേദനയായി തീരുമെന്ന ബോധ്യത്തിൽ എല്ലാവരും പരസ്പരം ഒരു പിതാവിൻ്റെ മക്കളെന്ന ബോധ്യത്തിൽ എല്ലാവരും ഈശോയുടെ സന്നിധിയിലേക്ക് ആനയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. നമ്മൾ അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സെമിത്തേരിയിൽ പോയി സന്ദർശിച്ച് നവംബർ 1 മുതൽ 8 വരെയുള്ള സമയത്ത് സെമിത്തേരിയിൽ പോയി എന്തെങ്കിലും ഒരു പ്രാർത്ഥനകൾ എത്തിച്ചു കഴിഞ്ഞാൽ ദന്തവിമോചനം പ്രത്യേകം ഒരു പാപദിനങ്ങൾക്ക് ദന്തവിമോചനം മാർപ്പാപ്പ നൽകിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇങ്ങനെ ഈ വിശ്വാസമൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വരും തലമുറകൾ നമുക്ക് വേണ്ടിയും ഇങ്ങനെ പ്രാർത്ഥിക്കാനും കുർബാന പണമൊക്കെ അടച്ചുകൊണ്ട് കുർബാന മറ്റുള്ളവർക്ക് വേണ്ടി എത്തിക്കാനായിട്ട് നമുക്ക് പറ്റാവുന്ന പോലെ ചെയ്യാനായിട്ട് പിന്നെ സാധിക്കും. പിന്നെ സഭയിലുള്ള പൂർണ്ണ ദന്തവിമോചനങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ട് അവരെല്ലാം സജീവ സ്ഥലത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തരുടെ പ്രാർത്ഥന കൊണ്ടും നല്ല നിയോഗം വെച്ചുള്ള ഓരോ പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ സഹനങ്ങൾ അവർക്ക് കാഴ്ചവെച്ചുകൊണ്ട് അവരെ അതിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് വചനഭാഗത്തിലേക്ക് കിടക്കാം. എന്താണ് മരണമെന്ന് പറയുന്നത്? ഒരു മനുഷ്യൻ്റെ മരണമെന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൽ വലുതാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയമെന്ന നിലയിലുള്ള മനുഷ്യജീവിതത്തിനും മരണം അന്ത്യം കുറിക്കുന്നു. മരിക്കുന്നത് വരെ നമുക്ക് ഓരോ വ്യക്തിക്കും ക്രിസ്തുവിലേക്ക് സൗജന്യമായ രക്ഷ ക്രിസ്തു തന്നിട്ടുണ്ട്. ഈശോയെ നമ്മുടെ ഹൃദയത്തിലെ രക്ഷകനാഥനുമായി സ്വീകരിച്ച് പാപങ്ങൾ മുഴുവൻ കഴുകി കളഞ്ഞുകൊണ്ട്
യേശുവിലേക്ക് തിരിഞ്ഞു വരാനായിട്ട് അനുദപിച്ചുകൊണ്ട് യേശുവിലേക്ക് തിരിച്ചു വരാനായിട്ട് മരിക്കുന്നത് വരെ എല്ലാ വ്യക്തികളും പാപക്ഷമ പ്രാപിച്ച് സ്വീകരിക്കാനായിട്ട് എല്ലാ വ്യക്തികൾക്കും സാധിക്കും. നമ്മൾ ഓരോരുത്തരും മരിക്കുന്നതിന് മുമ്പ് തന്നെ മാനസാന്തരത്തിലേക്കും ഈശോയിലേക്ക് തിരിയാനും ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലെ രാജാവും രക്ഷകനും നാഥനുമായി സ്വീകരിക്കാനും നമുക്ക് പരിശ്രമിക്കാം. മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പിന്നെ ദൈവത്തിൻ്റെ ആ കരുണ നമുക്ക് ലഭിക്കുകയില്ല. പിന്നെ യേശുവിൻ്റെ നീതിയാണ് പിന്നെ വെളിപ്പെടുന്നത്. നമ്മൾ ശാരീരികമായ അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ചെയ്ത സകല തിന്മകളും നന്മകളും നമ്മുടെ സകല നന്മ തിന്മ പ്രവർത്തികൾക്കും പ്രതിഫലമുണ്ട്. മനുഷ്യൻ അവരുടെ പ്രവർത്തികൾക്ക് തക്കവിധം വിധിക്കപ്പെടും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും. അതേപോലെ ലാസറിൻ്റെ ഉപമയിലൊക്കെ മരിച്ചുപോയ വ്യക്തികൾ സ്വർഗത്തിലും നരകത്തിലും കിടക്കുന്ന അനുഭവങ്ങളൊക്കെ ആ ഉപമയിൽ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് തലന്തുവിധി എന്നൊരു വിധി ആ സമയത്ത് തന്നെ നടക്കുന്നുണ്ട്. മാരക പാപത്തിലാണെങ്കിൽ നമ്മൾ ദൈവത്തെ മനഃപൂർവ്വം തിരസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ നരകത്തിലേക്ക് നിത്യനരകത്തിലേക്ക് നമ്മൾ തന്നെ പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ തനത് വിധി ആ സമയത്ത് തന്നെ ഒരു വിധി നടക്കുകയും എന്നാൽ കുറച്ച് ഉദാശകൾ സ്വീകരിച്ചുകൊണ്ട് കുമ്പസാരിച്ച് നമ്മൾ പാപങ്ങൾ ഒക്കെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചിട്ട് നമ്മൾ മരിക്കുന്നു. പക്ഷേ യേശുവിൻ്റെ പ്രസാദവരത്തിലും കൃപാവരത്തിലും സൗഹൃദത്തിലുമാണെങ്കിലും നമുക്ക് പരിപൂർണമായ വിശുദ്ധി നമുക്ക് ഇല്ലാത്തത് കൊണ്ട് കാലികമായ രീതിയിൽ കുറച്ചു കാലത്തേക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ നമുക്ക് പീഡകൾ സഹിക്കേണ്ടതായിട്ട് വരും. എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്നുകൊണ്ട് നമുക്ക് സഭ പഠിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന കേന്ദ്രത്തിലെ 1031 ഖണ്ഡികയിൽ ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടവർ അല്ലെങ്കിൽ നിത്യരക്ഷയിൽ ഉറപ്പ് നേടിയവരാണ്. സ്വർഗീയമായ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ട വിശുദ്ധി നേടുന്നതിനു വേണ്ടി അവർ മരണാന്തരം ഒരു ശുദ്ധീകരണം അവർക്ക് ആവശ്യമായിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അന്തിമ ശുദ്ധീകരണത്തെയാണ് സഭ ശുദ്ധീകരണ സ്ഥലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശുദ്ധീകരണ സ്ഥലവും നരകവും തമ്മിൽ എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു അവസ്ഥയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവസാന വിധി അന്തിമ വിധി വരുന്നതിന് മുമ്പ് ശുദ്ധീകരണ സ്ഥലമെന്ന ഒരു അവസ്ഥയുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം. കർത്താവിൻ്റെ സൗഹൃദത്തിൽ മരിക്കുന്നവർ പൂർണ്ണമായ ശുദ്ധീകരിക്കപ്പെട്ടവർ അല്ലെങ്കിൽ പൂർണ്ണമായ ഉറപ്പ് നേടിയവരാണ് അവർ എങ്കിലും നിത്യജീവന് യോഗ്യത നേടിയവരാണെങ്കിലും അവർക്ക് ദൈവത്തിൻ്റെ കൃപാവരത്തിലും ദൈവത്തിൻ്റെ ആത്മേറിയ ബന്ധത്തിലും
മരിക്കുന്നവർ, മാരക പാപത്തിൽ നിന്ന് നിബന്ധിക്കുന്നവർ, നിത്യമായ ശിക്ഷയിലേക്ക് നിബന്ധിക്കും. മാരകപാപത്തിലും ദൈവത്തിൽ നിന്നുള്ള വേർപാടിലും മരിക്കുന്നവർ നിത്യമായ വേർപിരിഞ്ഞതിന് ഇടയായിത്തീരുമെന്ന്. ശുദ്ധീകരണ സ്ഥലം തികച്ചും അതിൽ നിന്നൊക്കെ വ്യത്യാസമാണ്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ നിത്യരക്ഷ ഉറപ്പാക്കിയവരാണ്. പക്ഷേ പൂർണ്ണ വിശുദ്ധി, സ്നേഹത്തിൻ്റെ പൂർണ്ണത, വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിക്കാത്തത് കൊണ്ട് ഒരു അന്തിമ ശുദ്ധീകരണത്തിന് അവർ വിധേയരാവേണ്ടത് അത്യാവശ്യമാണ്. വേദപുസ്തകത്തിൽ എവിടെയാണ് ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നതെന്നും പലരും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. ദൈവം പൂർണ്ണ പരിശുദ്ധനാണ് എന്നതാണ്. പൂർണ്ണ പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ ഒരു ചെറിയ അശുദ്ധിക്ക് പോലും പ്രവേശിക്കാനായിട്ട് അവിടെ സാധിക്കുകയില്ല. വെളിപ്പാട് 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേര് എഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കുകയുള്ളൂ. അശുദ്ധമായതൊന്നിനും അവിടെ പ്രവേശിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധിയും സിംഹാസനത്തെ മേച്ചതയും കൗടല്യവും ഒന്നും അവിടെ ഒരിക്കലും പ്രവേശിക്കുകയില്ലെന്ന് അവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ. അതുപോലെ ഹബക്കൂക്കിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ, എൻ്റെ ദൈവം അന്ന് അനാദി മുതലേ പരിശുദ്ധനും അമർത്യനുമായ കർത്താവ് അവരെ ന്യായവിധിക്കായി ഉപയോഗിച്ചിരിക്കുന്നു. അപേക്ഷയിലായവനെ ആണ് ശിക്ഷയ്ക്കായി നീക്കിവച്ചിരിക്കുന്നു. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ. അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത തക്കവിധം പരിശുദ്ധമാണല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അകൃത്യം നോക്കി നിൽക്കാനായിട്ട് അങ്ങേക്ക് ഒരിക്കലും കഴിയില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ എത്തണമെങ്കിൽ പൂർണ്ണമായി വിശദീകരിക്കപ്പെട്ട ശേഷം മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും യേശുവിൻ്റെ സന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. മത്തായി 5-ാം അധ്യായം 26-27 വാക്യത്തിലാണ്, നീ പ്രതിയോഗിയോട് വഴിയിൽ വെച്ച് തന്നെ എത്രയും വേഗം വിട്ടുകൊള്ളുക. പ്രതിരോഗി നിന്നെ ന്യായാധിപൻ സേവകനെ ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വിടുമ്പോഴും നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. 1 പത്രോസ് 3-ാം അധ്യായത്തിൽ 19-ാം വാക്യം, ഈശോ മിശിഹ ബന്ധനസ്ഥനായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. ബന്ധനസ്ഥ തടവിൽ അകപ്പെട്ടവർ എന്നൊക്കെ പറയുന്നത് ആ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ കുറിച്ചാണ്. ഇവിടെ പറയുന്ന കാരാഗ്രഹം, ഇതൊക്കെ ബന്ധനത്തിൽ അകപ്പെട്ടവരുടെ കാര്യമെന്ന് പറയുന്നത്. കർത്താവിനോടുള്ള ബന്ധനത്തിലും കർത്താവിനോടുള്ള കൃപാവരത്തിലും പിതാവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ബന്ധത്തിൽ ഒരു വ്യക്തി മരിക്കുന്നു. മാനസികമായ എന്തെങ്കിലും കുറവുകളോ ബലഹീനതകളൊക്കെ ആ വ്യക്തികൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ പൂർണ്ണ വിശുദ്ധിയില്ലാതെ കർത്താവിൻ്റെ
പരിശുദ്ധിയെ സമീപിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ബൈബിള് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കില്ല. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. പരിപൂർണമായ വിശുദ്ധിയില്ലാതെ ഒരാത്മാവും സ്വർഗത്തിലെത്താനായിട്ട് സാധിക്കുകയില്ല. പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി ആത്മാവ് കടന്നു പോകുന്ന അഗ്നിശോധനയുടെ അവസ്ഥയെയാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. പൂർണ്ണ വിശുദ്ധി എന്നാൽ കർത്താവിൻ്റെ പരിശുദ്ധി എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. 2 മക്കബായ പുസ്തകത്തിൽ 36 മുതൽ 46 വാക്യങ്ങളെല്ലാം പഴയകാല നിയമത്തിൽ പോലും ഒത്തിരി വ്യക്തികൾ പാപങ്ങൾ തുടച്ചു നീക്കാൻ വേണ്ടി യൂദാസ് അവർക്ക് വേണ്ടി അവരിൽ നിന്ന് 2000 വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാരം ബലിയർപ്പിക്കാനായിട്ട് കൊടുത്തതായിട്ട് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഉറച്ചുകൊണ്ട് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ഉചിതമാണെന്ന്, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ പ്രതീക്ഷയിലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് യൂദാസ് ചെയ്യുകയില്ലെന്നുള്ളത് നമുക്ക് ഈ വചനഭാഗത്തിൽ നിന്ന് കാണാൻ സാധിക്കും. BC അവസാന കാലഘട്ടത്തിലെല്ലാം ഈശോ വരുന്നതിന് തൊട്ട് അടുത്ത കാലഘട്ടത്തിലെല്ലാം യഹൂദരുടെ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസമാണ് മരിച്ചവർക്ക് വേണ്ടി പാപപരിഹാര ബലിയർപ്പിക്കാനായിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന യഥാർത്ഥത്തിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നരകത്തിൽ പോയ ആത്മാക്കൾക്ക് ഒരിക്കലും പിന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യം, അവർക്ക് എന്ത് പ്രാർത്ഥിച്ചാലും അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയില്ല. സ്വർഗത്തിൽ പോയവർക്ക് ഒരു പ്രാർത്ഥനയുടെ ആവശ്യവുമില്ല. അവർ ശുദ്ധീകരണ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുള്ളൂ. മത്തായി 12:36 നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ലെന്ന് നമുക്ക് ഈ വചനഭാഗത്തിൽ കാണാൻ സാധിക്കും. ഏത് പാപം ചെയ്ത വ്യക്തിക്കും ഈ ഭൂമിയിലും വരാനിരിക്കുന്ന യുഗത്തിൽ പാപങ്ങൾ ക്ഷമിക്കാൻ കരുണ ലഭിക്കാനും വേണ്ടിയിട്ട് വിശദീകരിക്കേണ്ട ആവശ്യം എല്ലാ വ്യക്തികൾക്കും ആ പാപം ചെയ്യുന്ന അവസ്ഥയിൽ തന്നെ അവർക്ക് അങ്ങനെ വരുന്നുണ്ട്. ഒന്ന് കൊരിന്ത്യർ 3 മുതൽ 3-ാം അധ്യായത്തിലെ 11 മുതൽ 15 വാക്യങ്ങളിൽ പൗലോസ് വന്ന് പറയുന്നുണ്ട്, എനിക്ക് ലഭിച്ച ദൈവകൃപ അനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ അടിസ്ഥാനം ഇട്ടു, ഒരുവൻ അതിൽ പണിയുകയും ചെയ്തു. എപ്രകാരമാണ് അത് പണിതെന്ന് ഓരോരുത്തരുടെയും ഗൗരവപൂർവമായി ഓരോരുത്തരും ചിന്തിക്കട്ടെ.
ഓരോ വ്യക്തിയും യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനം യേശു ക്രിസ്തുവിന്മേലാണ് പണിതുയർത്തുന്നത്. മാമോദീസയിലും യേശു നമ്മുടെ യേശു ക്രിസ്തുവിൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു ദൈവത്തിൻ്റെ മകനും മകളുമായി എത്തിച്ചേരുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രവർത്തനനിരതമായ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ്. വിശ്വാസത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ എപ്പോഴും നമുക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു സൽപ്രവൃത്തിയും യേശു എന്ന ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിലാണ് പണിതുയർത്തപ്പെടുന്നത്. വിശ്വാസം വഴിയും സ്നേഹത്തിൻ്റെയും പ്രവർത്തികൾ വഴി ആത്മീയ ജീവിതത്തിലെ കൃപ വഴിയും അത് ഓരോന്നോരോന്നും പണിയപ്പെടുന്നു. പല മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ പണികൾ നടത്താൻ പറ്റുമെന്ന് ബൈബിളിൽ വചനഭാഗത്ത് കാണുന്നു. ചിലർ സ്വർണം കൊണ്ട് പണിയുന്നു, മറ്റുള്ളവർ തടി കൊണ്ട് പണിയുന്നു, പുല്ലുകൊണ്ട് പണിയുന്നു, വൈക്കോൽ കൊണ്ട് പണിയുന്നു. ഓരോരുത്തരും വിവിധ രീതിയിൽ പ്രവർത്തികൾ, ഓരോരുത്തരുടെയും പണി ഒരിക്കൽ പരസ്യമാകും. കർത്താവിൻ്റെ ദിവസത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയിൽ അത് വെളിവാക്കപ്പെടുകയും ഓരോരുത്തരും ചെയ്ത പണി സ്വർണമോ വെള്ളിയോ തടിയോ വൈക്കോലോ എന്തുകൊണ്ടാണ് പണിയുണ്ടെങ്കിൽ അഗ്നിയിൽ അത് ഏത് പണിയാണ് നിലനിൽക്കുന്നത്? ഈ പ്രവർത്തികൾ അഗ്നിയിലൂടെ കടന്നു പോകും. നമ്മൾ ഓരോ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ ചിന്തകൾ, പ്രവർത്തികൾ എല്ലാം അഗ്നിയിലൂടെ എന്ന പോലെ അത് കടന്നു പോകുന്നതായി വരും. സ്വർണ്ണം കൊണ്ട് പണിത് നിലനിൽക്കും. പുല്ലും വൈക്കോൽ കൊണ്ടും തടി കൊണ്ടൊക്കെ പണിത് ചിലപ്പോൾ അഗ്നിയിൽ അത് നശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാലും അഗ്നിയിലൂടെ എന്ന പോലെ അത് ആ പ്രവർത്തികൾ ചെയ്തവർ രക്ഷ പ്രാപിക്കാനായിട്ട് ഇടവരുമെന്ന് വചനത്തിൽ കാണാൻ സാധിക്കും. കത്തോലിക്ക സഭയുടെ പ്രബോധനം വഴി രണ്ട് സൈസ് വിധിയും, ഒന്ന് തനത് വിധിയും ഒന്ന് അന്ത്യവിധിയുമാണ്. തനത് വിധി എന്ന് പറഞ്ഞാൽ ഹെബ്രായർ 9:27 മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണമെന്നും അതിനുശേഷം വിധിയെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വചനഭാഗത്ത് കാണാം. ധനവാന്റെ ലാസറിൻ്റെ ഉപമയിലൊക്കെ ധനവാൻ മരിച്ച് പാതാളത്തിലേക്ക് പോകുന്നതും ലാസർ മരിച്ച് അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് പോയതും ഓരോ മനുഷ്യനും തൻ്റെ മരണശേഷം മരിച്ചു കഴിയുമ്പോൾ ഓരോ വിധി നടക്കുമെന്ന് ഇതിൽ നിന്നൊക്കെ ബോധ്യമാവും. ഒന്നുമേ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ ശുദ്ധീകരണത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും തനത് വിധി കഴിയുമ്പോൾ പോകാൻ സാധ്യതയുള്ളത്. ഈ അന്ത്യവിധി എന്ന് പറയുന്നത് മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ പ്രവർത്തികളും അവൻ്റെ വിചാരങ്ങളും വാക്കുകളും പ്രവർത്തികളെല്ലാം അഗ്നിയിലൂടെ തന്നെ കടന്നു പോവുകയും സ്നേഹത്തിലല്ലാതെ പണിതുപോയ എല്ലാ പ്രവർത്തികളും നല്ല പ്രവർത്തികളെല്ലാം കർത്താവിൻ്റെ സ്വീകാര്യമായ എന്ന വിധത്തിൽ വിശദീകരിക്കപ്പെടും. ഇത് സ്വർഗത്തിലെല്ലാം നടക്കുന്നത്. സ്വർഗത്തിലെ അപൂർവമായതൊന്നും അവിടെ പ്രവേശിക്കുകയില്ല. ഈ പ്രക്രിയ നടക്കുന്നത്
ഈ ഇങ്ങനെ അഗ്നിയിലൂടെ എന്ന പോലെ നമ്മുടെ പ്രവർത്തികളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട് നമ്മുടെ നടക്കുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത്. സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുന്നത് വരെ ഈ പ്രക്രിയയിൽ നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടതായിട്ട് വരും. നരകത്തിൽ പോയ ആത്മാവർക്ക് ഒരിക്കലും അതിൽ നിന്ന് നിത്യമായ നരകമാണ് അവർക്ക് അതിൽ നിന്ന് ഒരിക്കലും മോചനം പ്രാപിക്കാൻ കഴിയില്ലെന്ന് കത്തോലിക്ക സഭ മതബോധന ഗ്രന്ഥത്തിൽ നമ്മൾ പഠിക്കുന്നു. സ്നേഹത്തിൻ്റെ ആ പരിപൂർണതയിലെത്തുന്നത് വരെ അഗ്നിയിലൂടെ ഉള്ള ഒരു ശുദ്ധീകരണത്തിൽ ആത്മാവ് കടന്നു പോകേണ്ടതായിട്ട് വരുമെന്ന് നമുക്ക് സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെ പരിശുദ്ധ കുർബാനയും പരിഹാര പ്രവർത്തികൾ, ഉപവാസവും പ്രായശ്ചിത്തവും പ്രവർത്തികൾ, കാരുണ്യ പ്രവർത്തികൾ എല്ലാം ഈ ആത്മാക്കളെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ശുദ്ധീകരണത്തിൽ പ്രവേശിച്ച ഒരു വ്യക്തിയും ഒരിക്കലും നരകത്തിൽ പോകാനായിട്ട് സാധ്യതയില്ല. അവർ നിത്യരക്ഷ ഉറപ്പാക്കിയ വ്യക്തികളാണ്. അവർ ശുദ്ധീകരണ പ്രക്രിയയുടെ കാലം കുറയ്ക്കാനായിട്ട് നമ്മുടെ പ്രാർത്ഥന വരെയും അവരുടെ കാലാവധിയുടെ നീളം കുറയ്ക്കാനായിട്ട് ശുദ്ധീകരണത്തിൽ കിടക്കാനുള്ള അവരുടെ കാലാവധിയുടെ നീളം കുറയ്ക്കാൻ പൂർണ്ണ വിശുദ്ധി പ്രാപിക്കാതെ ഒരാൾക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന കുർബാനയെന്നും കുർബാന കഴിഞ്ഞാൽ പിന്നെ കരുണയെ ജപമാല എന്നും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും നല്ല പ്രാർത്ഥനയെന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരീരത്തിൽ ജീവൻ കൊടുത്തിരിക്കുന്ന ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് ശരീരം മണ്ണിലേക്ക് മടങ്ങുന്നു. ആത്മാവ് അത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നു. നിശ്ചയിക്കപ്പെടുന്ന ആത്മാവ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമെന്ന് ഉദ്ദേശിക്കുന്ന സ്വർഗം അല്ലെങ്കിൽ നരകം അല്ലെങ്കിൽ രണ്ടിൻ്റെ ഇടയിലുള്ള ശുദ്ധീകരണ സ്ഥലം എന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ ആത്മാവ് പോകുന്നത്. അനുതാപമില്ലാതെ അഹങ്കാരത്തിൽ ജീവിച്ച മരണസമയത്ത് പോലും അനുതപിക്കാതെ മരിക്കുന്നവരാണ് നിത്യ നരകത്തിലേക്ക് പോകുന്നത്. ഒട്ടുമുക്കാൽ സാധാരണക്കാരുടെ ആത്മാവും ശുദ്ധീകരണ സ്ഥലത്തിലേക്കാണ് പോകാനുള്ള സാധ്യത കൂടുതൽ. വിശുദ്ധിയിൽ പൂർണ്ണ പ്രാപിച്ച വ്യക്തികൾക്ക് മാത്രമേ സ്രോതത്തിലേക്ക് ഉടനടി പ്രവേശിക്കാനായി സാധിക്കുകയുള്ളൂ. ചെയ്യാൻ കഴിഞ്ഞ നന്മ ചെയ്യാതിരിക്കുന്നതും അത് സ്നേഹത്തിൻ്റെ ഒരു കുറവ് ഒരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒത്തിരി മനുഷ്യരെ സ്നേഹിക്കാനെയും സ്നേഹമായി വയ്ക്കുന്ന നമ്മൾ പല കാരണങ്ങളാൽ നമുക്കൊരു പല വ്യക്തികളെയും നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന നന്മ പ്രവർത്തികൾ നമ്മൾ ചെയ്യാതിരുന്നാലും നമ്മൾ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിറവേറ്റിയില്ലെങ്കിലും ഇതെല്ലാം നമ്മെ ശുദ്ധീകരണത്തിലെത്തിക്കാനായിട്ട് കാരണമായി തീരുമെന്ന് നമുക്കൊരുത്തർക്കും മനസ്സിലാക്കാം. സ്നേഹത്തിൽ പൂർണ്ണ പ്രാപിക്കാത്തവർ എത്തപ്പെട്ട സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. സ്നേഹത്തിൽ പൂർണ്ണ പ്രാപിക്കാനായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത്. പാപത്തിൻ്റെ മോചനം ഒരിക്കലും ശുദ്ധീകരണത്തിൽ ലഭിക്കുന്നില്ല. ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരിക്കലും പാപത്തിൽ നിന്നുള്ള മോചനമല്ല അവിടെ നടക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പാപത്തിൻ്റെ മോചനം ഈ ഭൂമിയിൽ വെച്ചാണ് നമുക്ക് ഓരോരുത്തർക്കും നടക്കുന്നത്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ പാപത്തിൻ്റെ മോചനം നമ്മൾ സാധ്യമാക്കണമെന്ന് കൂദാശ സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ മരിക്കണമെന്നും ചെയ്യാമായിരുന്ന നന്മ ചെയ്യാതിരിക്കുന്നത് ശുദ്ധീകരണത്തിൽ പോയ ആത്മാക്കൾക്ക് ഒരിക്കലും നരകത്തിലേക്ക് പോകുകയില്ല.
ശുദ്ധീകരണത്തിലെത്തിയ ആത്മാവ് ശുദ്ധീകരണ പ്രക്രിയ പൂർണ്ണമാക്കിയതിനു ശേഷം അവർ സ്വർഗത്തിലേക്ക് ആണ് പോകുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. സ്വർഗത്തിൽ പോയ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് നമുക്ക് അവരിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കാനായിട്ട് കാരണമായി തീരുമെന്ന് നമുക്ക് എത്തിക്കാവുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ബലി അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. തിരുസഭ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. സ്വർഗത്തിലാണോ നരകത്തിലാണോ ഒരാളുടെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഇല്ല. അതുകൊണ്ട് നരകത്തിലെ വ്യക്തികൾക്കും സ്വർഗത്തിലെ വ്യക്തികൾക്കും എല്ലാവർക്കും വേണ്ടിയാണ് സഭ പ്രാർത്ഥിക്കുന്നത്. നമ്മളവർക്കെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നരകത്തിലെ വ്യക്തികൾക്ക് അത് ഉപകാരപ്പെട്ടില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും നമുക്ക് തന്നെ ഉപകാരമായി തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്നേഹത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കാലഘട്ടത്തിലെ നീളം ദീർഘം കുറഞ്ഞു കിട്ടുകയും വേഗത്തിൽ അവർ സ്നേഹത്തിൽ വന്ന കുറവുകൾ പരിഹരിക്കാനായിട്ട് അവർക്ക് സ്നേഹത്തിലെ ആത്മാക്കൾക്ക് സാധിക്കുമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് അങ്ങനെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി കുർബാന ചൊല്ലിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം. ഓരോ മരിച്ചുപോയ വ്യക്തികൾ ഓർത്തുകൊണ്ട് ഓരോ പുണ്യങ്ങൾ അവർക്ക് വേണ്ടി പുണ്യം ചെയ്യാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ സാധിക്കുമെന്ന് നമുക്ക് പറ്റാവുന്ന പുണ്യങ്ങൾ അവർക്ക് നിയോഗം വെച്ചുകൊണ്ട് ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മരിച്ചുപോയ പല വ്യക്തികളും നമ്മൾ ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് അവർ ഒരിക്കലും ആഗ്രഹിക്കാനായിട്ട് കാരണമുണ്ട്. അത് നമ്മെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ കുറേ തകർച്ചകൾ ഉണ്ടാകാനായിട്ട് ഈ സാധ്യത മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ തകർച്ചകളിൽ നിന്നെല്ലാം മോചനം പ്രാപിക്കാനായിട്ട് അവരാത്മാവിൻ്റെ ശാന്തി നിത്യ സ്വർഗത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ അവരിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയും അങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ജോൺ മരിയ വിയാനി വിശുദ്ധൻ്റെ പുസ്തകത്തിൽ ദൈവനീതിയിലെ അഗ്നി തടാകത്തിൽ കിടന്ന് അവർ വേദനയാൽ പൊളയുമ്പോൾ അവർ നമ്മോട് യാചിക്കുന്നത് എന്നെ അവിടെ നിന്ന് രക്ഷിക്കണമെന്ന് അന്ന് സ്ത്രീയത്തിലെ ആത്മാക്കൾ അഗ്നി തടാകത്തിൽ കിടക്കുന്ന സ്ത്രീയത്തിലെ ആത്മാക്കൾ നമ്മോട് യാചിക്കുന്നതെന്ന് ജോൺ മരിയ വിയാനി പറയുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയവരെ സ്ത്രീയത്തിലെ അഗ്നി തടാകത്തിൽ കിടക്കുമ്പോൾ നമുക്കെങ്ങനെയാണ് ആനന്ദിച്ച് ഉല്ലസിക്കാനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുക? അവരുടെ അധ്വാനവും സ്വത്തും പണവും വീടുമെല്ലാം നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് നമ്മൾ സുരക്ഷിതമായിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ ജീവിക്കുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഓർക്കാം. അതുകൊണ്ട് അവരിൽ നൽകിയ നന്ദികൾക്ക് കടപ്പാടായിട്ട് ജയമാല ചൊല്ലിയും സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ കാഴ്ച വെച്ചുകൊണ്ടും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി അവരെ രക്ഷിക്കാനുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. സൂര്യത്തിൽ സഹിക്കുന്നത് പോലെ ഉള്ള ഒരു സാധനം ഈ ഭൂമിയിൽ ഒരു കിടപ്പ് രോഗി പോലും അത് അനുഭവിക്കുന്നില്ല എന്നാണ്. അത്രയും തീവ്രമായ വേദനയാണ് ശുദ്ധീകരണത്തിൽ കിടക്കുന്ന ആത്മാക്കൾ അനുഭവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രയാസമാണ് അവരുടെ വേദന. ആ വേദനയിലെ കഠിനമായ ഒരു സഹനത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് ഓരോരുത്തരും കടമയെന്നുള്ള ബോധത്തിൽ
നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം. ഈ ചെറിയവനും ഒരുവനും പോലും നശിച്ചു പോകാനായിട്ട് എൻ്റെ സർവ്വസ്വനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയൊക്കെയാണ് അവരെ നമ്മൾ സ്നേഹത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് നമുക്ക് പ്രത്യേകം നോക്കാം. പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ തന്നെ എങ്ങനെ വലിയ കുർബാനയിലെ പ്രാസയിലും വിലാസയിലും അവരെ ഓരോരുത്തരെ ചേർത്ത് വെച്ചുകൊണ്ട് അവരെ അതിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയും പ്രത്യേകം കാഴ്ചവെച്ച് നിയോഗത്തിന് വേണ്ടിയും കുർബാന കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ജയമാല ചൊല്ലിയും പുരുഷൻ്റെ വഴിയൊക്കെ ചൊല്ലി കരഞ്ഞ് ജയമാലൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 40 സർവ്വസ്വനായ പിതാവെന്ന ജപം ചൊല്ലി കാഴ്ചവെച്ച് ചെയ്യുമ്പോൾ അത് വളരെ ഫലപ്രദമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജീവിതത്തിലുള്ള സാധനങ്ങൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങളെല്ലാം നമ്മുടെ സാന്നിധ്യം ജീവിതത്തിലുള്ള സാധനങ്ങൾ ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അവരെ ശുദ്ധീകരണത്തിൽ മോചിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഫലപ്രദമായ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ ഓരോ ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തികൾ, സൽപ്രവർത്തികളെല്ലാം അവർക്ക് വേണ്ടിയിട്ട് കാഴ്ചവെച്ച് ചെയ്യുക. പിതാവേ, അങ്ങേ കുരിശിൻ്റെ യോഗ്യതയാൽ ഈ ആത്മാക്കളെ രക്ഷിക്കണമേ എന്നുള്ള സുഹൃത്തുജപൊക്കെ ചൊല്ലിക്കൊണ്ട് അവരെ രക്ഷിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ പിന്നെ കരുണയുടെ പുസ്തകത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കരുണയെ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈ ആത്മാക്കളെ കഴുകണമേ, രക്ഷിക്കണമേ എന്ന് നമുക്കിങ്ങനെ ആവർത്തിച്ചുരുവിടാം. മരിച്ചുപോയ വ്യക്തികൾ ആർക്കെങ്കിലും പണമോ വസ്ത്രമോ ആരെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വഴി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും നോമ്പെടുത്ത് പ്രാർത്ഥിക്കുകയും കാരുണ്യ പ്രവർത്തികൾ, ദാനധർമ്മങ്ങളൊക്കെ അവർക്ക് സ്ത്രീയാനത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ അവർ സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കും. ഈ നവംബർ മാസത്തിലെ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് സഭ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു മാസം പ്രത്യേകം എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും വിശുദ്ധരെ പോലെ വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ സകല വിശുദ്ധരുടെയും ഒരു തിരുനാൾ നവംബർ 1-ാം തീയതി നമ്മൾ സഭയിൽ വണങ്ങുന്നുണ്ട്. അതിനുശേഷം 2-ാം തീയതി മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ഓർക്കുന്നത്. മരിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും സഭ ദണ്ഡവിമോചനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ചൊല്ലിക്കൊണ്ട് അവരെ രക്ഷിക്കാം. പിന്നെ നല്ല മരണം ലഭിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഓരോരുത്തരുടെ മരണമാണ് ആ വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ വിലയിരുത്തുന്നത്. നന്നായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ മരണസമയം ശാന്തമായിട്ട് മരിക്കാനായിട്ട് ഉള്ള ഒരു നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്ന് ജീവിതത്തിലുള്ള പിഴകളെ, പാപങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കതിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം. നല്ല മരണത്തിന് വേണ്ടിയും പ്രത്യേകം നമുക്ക് ഓരോരുത്തർക്കും ഡെയിലി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ലൂക്ക 12:20 കാണുന്നു, ഇന്ന് നിൻ്റെ ആത്മാവിനെ ഞാൻ വിളിച്ചാൽ നീ എവിടെയായിരിക്കും? നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നല്ലൊരു മരണം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്.
മത്തായി 5:26 കാണുന്ന അവസാനത്ത് ചില്ലി കാശ് കൊടുത്തു വിട്ടോളം പാത നീ പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ജീവിതത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ ചെയ്ത ചിന്തയും ഭാവനയും പ്രവർത്തികളും വഴി മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്ത ഓരോ പ്രവർത്തിയും ദൈവ സ്നേഹത്തിനെതിരായിട്ട് നമ്മൾ ചെയ്തത് സ്നേഹത്തിനെതിരായി ചെയ്ത സകല എല്ലാവരും ക്ഷമിക്കാനും എല്ലാവരോടും ആരെങ്കിലും വെറുപ്പും വിദ്വേഷമൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ മരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും സ്വർഗത്തിലെത്താനായിട്ട് സാധ്യതയില്ല. അങ്ങനെ മാരകപാപത്തിൻ്റെ എല്ലാ പാപങ്ങളും പൂർണ്ണമായി ഉപേക്ഷിക്കാനായിട്ട് അതിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സാധനങ്ങൾ നമ്മൾ ഓരോരുത്തരെയും വിശദീകരിക്കാനായിട്ട് ദൈവം നീതിമാനായ ഒരു വ്യക്തിയാണ്. മരിച്ചുപോയ ഒരു വ്യക്തിക്കും അവർക്ക് വേണ്ടി തന്നെ കരുണൽ നേടിയെടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. സ്തുതിക്കുന്ന ആത്മാക്കൾക്ക് ദൈവത്തിൻ്റെ കരുണ നേടാനായിട്ട് നമുക്കായാലും മരിക്കുന്നത് വരെയാണ് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാനായിട്ട് ഇടവരുകയുള്ളൂ. മരിച്ച സമയം മുതൽക്ക് തന്നെ നമ്മുടെയൊക്കെ ദൈവത്തിൻ്റെ കരുണയുടെ ദൈവം യേശുവിൻ്റെ സ്വഭാവം മാറി പിന്നെ നീതിയുടെ വിദ്യാളനായിട്ടാണ് യേശു നമ്മുടെ മുന്നിൽ നിൽക്കുക എന്നുള്ള ബോധ്യം നമുക്കൊരുത്തർക്ക് ഉണ്ടാകണം. തമ്പുരാൻ്റെ തിരുമുഖ ദർശനം ലഭിക്കാനായിട്ട് ആരുമില്ലാത്തതും ആരും പ്രാർത്ഥിക്കാനില്ലാത്തതുമായ ഒത്തിരിയും വ്യക്തികളുണ്ട്. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് തിരുമുഖ ദർശനം ലഭിക്കാൻ വേണ്ടിയിട്ട് മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ മേഖലയിൽ വിഷമിച്ചു കൊണ്ടാണ് നമ്മൾ മരിച്ച വ്യക്തികൾ ഏതൊക്കെ നമ്മുടെ പ്രയാസങ്ങളിലൂടെ അവർ കണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ സ്രോതത്തിലെത്തി കഴിയുമ്പോൾ നമ്മുടെ തകർന്നുപോയ ആ മേഖലയിൽ നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളിലൊക്കെ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് പല വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെല്ലുന്ന ഓരോ ജപമാലയും ഓരോ ബലിയർപ്പണവും നമ്മൾ ചെല്ലുന്ന ഓരോന്നിനും വളരെയധികം മൂല്യമുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് അവർ 1000 കുർബാന നമുക്ക് വേണ്ടി എത്തിച്ചാലും ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അർപ്പിക്കുന്ന ബലിയുടെ പകുതി പോലും അനുഗ്രഹങ്ങൾ ലഭിക്കാനായിട്ട് ഇത് നൽകുകയില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ പ്രാർത്ഥനയും നമ്മൾ എത്തിക്കുമ്പോൾ ആ പ്രാർത്ഥനയെല്ലാം നാളത്തേക്ക് വേണ്ടി നമ്മൾ ശേഖരിച്ച് വയ്ക്കുന്ന നമ്മൾ നിധികളായിട്ട് നമ്മൾ കാണണം. അതുകൊണ്ട് എത്ര സമയം എന്തൊക്കെ പ്രാർത്ഥിച്ചാൽ അത് ഒന്നുമേ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇടുന്നത് പോലെ ആ പ്രാർത്ഥനകൾ നാളേക്ക് വേണ്ടി നമ്മൾ ശേഖരിച്ച് വയ്ക്കുക എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് നമ്മുടെ സമയങ്ങളൊക്കെ മോശമായ സമയം ഒത്തിരി ലോകകാര്യങ്ങളിലൊക്കെ വ്യാപൃതനായും ഫോണും TV ഒക്കെ കണ്ട് അലസമായി കളയാതെ ഓരോ സമയവും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഉള്ള കൃപ നമുക്ക് ഓരോരുത്തരും നൽകുന്നതിന് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരും ശുദ്ധീകരണത്തിൽ പോകാതിരിക്കാനായിട്ട് നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഗുണമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തിൽ നിന്ന് ആത്മാവ് ഏർപ്പെട്ടു പോകുന്ന ക്രിസ്തു മരിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കുവയ്ക്കുന്നില്ല മരണമെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ക്രിസ്തുവിനോടുകൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ മരിക്കണം. മരണം ക്രിസ്തുവിലേക്കുള്ള ഒരു പങ്കുചേരലാണ്.
യേശുവിൻ്റെ നിത്യജീവനിലേക്കുള്ള ഒരു ഉത്ഥാനത്തിലേക്കുമുള്ള ഒരു കടന്നുപോകലാണ് മരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മരണം കഴിഞ്ഞ ആ നിമിഷം തന്നെ നമുക്കൊരു വിധിയുണ്ട്, തനത് വിധി. നമ്മുടെ ആത്മാവ് പ്രസാദാവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ മരിക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ സ്വർഗത്തിലേക്ക് പോകാനായി നമുക്ക് സാധിക്കും. ഒരു വ്യക്തി പ്രസാദപരമില്ലാത്ത അവസ്ഥയിലാണ് മരിക്കുന്നതെങ്കിൽ ആ വ്യക്തി നിത്യമായി നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെ നരകത്തിലെത്തിച്ചേരാനായിട്ട് നൽകുന്നു. മാരകപാപം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പൂർണ്ണമായ അറിവോടും ഗൗരവമായ വിഷയത്തിൽ അറിഞ്ഞുകൊണ്ടും പാപം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പൂർണ്ണമായി അത് ആ പാപത്തിൻ്റെ ഗൗരവം പൂർണ്ണമായിട്ട് ആ വ്യക്തിക്ക് അറിവുണ്ടായിരിക്കണം. പൂർണ്ണമായ സ്വാതന്ത്ര്യം ആ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് മാരകപാപമായി തീരുകയുള്ളൂ. നമ്മൾ കത്തിയായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യിച്ചിരുന്നെങ്കിൽ സ്വാതന്ത്ര്യമില്ലാതെയാണ് ആ വ്യക്തി ചെയ്തിരിക്കുന്നത്. ഒരിക്കലും മാരകപാപത്തിൽ എത്തിപ്പെടുകയില്ല. നമ്മൾ ഏത് അധപതിച്ചു പോയ അവസ്ഥയിലാണെങ്കിലും നമ്മൾ അനുദപിച്ച് അതിൽ നിന്ന് കടന്നു വരാനായിട്ട് മരണം വരെ നമുക്ക് ഓരോരുത്തർക്കും സമയം ദൈവം തരുന്നുണ്ട്. അനുദപിക്കാതെ മാരകപാപത്തിൽ തന്നെ തുടർന്നുകൊണ്ട് മരണസമയത്ത് പോലും ദൈവത്തിൻ്റെ കരുണയെ ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ വിശദീകരണത്തെയൊക്കെ ദൈവം നമ്മളെ വിശദീകരിക്കുന്നത്. ഓരോരുത്തരും കുമ്പസാരം, കുർബാന എന്ന ഉദാശകൾ വീണ്ടും എപ്പോഴും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അങ്ങനെ ദൈവത്തിൻ്റെ പ്രസാദാവസ്ഥയിൽ ആയിരിക്കാനായി നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. പൂർണ്ണമായ ദൈവൈക്യത്തിലും വിശുദ്ധിയിലും പ്രസാദപരാവസ്ഥയിലും ദൈവത്തിൻ്റെ കൃപയിലൊക്കെ മരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ചെയ്ത പാപത്തിൻ്റെ കാലികമായ കുമ്പസാരം വഴി നമ്മുടെ നിത്യമായ ഒരു ശിക്ഷാവിധിയിൽ നിന്നും മോചനം ലഭിച്ചുവെങ്കിലും നമ്മൾ കാലികമായ ഒരു ശിക്ഷയുണ്ട്. ഒരു കുറവ് പരിഹാരം ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരും. ദൈവമായ സൗഹൃദത്തിലും ബന്ധത്തിലാണെങ്കിലും ആ വ്യക്തിക്ക് പരിപൂർണമായ വിശുദ്ധി ഇല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിക്ക് എന്തായാലും ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. മരണാന്തരം ദൈവം അവസാനമായി നമുക്ക് സ്രോതത്തിലെത്തിക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ശുദ്ധീകരണ സ്ഥലമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അന്ത്യകാലഘട്ടം? അന്ത്യവിധി എന്നും പറഞ്ഞ് എന്താണെന്നും യേശുവിൻ്റെ രണ്ടാം വരവ് ഒരു വ്യക്തി ശരീരം ഭൂമിയിൽ കിടപ്പുണ്ട്, ആത്മാവ് മാത്രമാണ് നമ്മൾ ഇപ്പോൾ മരിച്ച വഴിക്ക് പോകുന്നത്. അങ്ങനെ ആ വ്യക്തിയും ശരീരത്തോട് കൂടി ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പിന്നെ യേശുവിൻ്റെ അന്ത്യനാളിൽ ദൈവത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യേശുവിൻ്റെ രണ്ടാം വരവിൽ ലോകാവസാന സമയത്ത് എല്ലാ വ്യക്തികളും ഭൂമിയിലുള്ള ശരീരത്തെ തന്നെ ഒരു പൂർണ്ണമായ വിശദീകരണ ഒരു അങ്ങനെ നരകത്തിൽ പോയ വ്യക്തികൾ തന്നെ തനത് വിധിയുടെ ആവർത്തനമാണ് അവിടെ നടക്കുന്നത്. അവിടെ വ്യത്യാസമൊന്നും വരാനായിട്ട് പോകുന്നില്ല അന്ത്യവിധിയിൽ. പക്ഷേ നമ്മുടെ ശരീരത്തോടു കൂടിയാണ് നമ്മൾ അവിടെ വെളിപ്പെടുന്നത്. പിന്നെ നമ്മുടെ തനത് വിധിയിൽ യേശു നാമം മാത്രമാണ് ആ ഒരു
എന്തുകൊണ്ടാണ് നമ്മൾ സ്വർഗത്തിൽ പോയത് നരകത്തിൽ പോയെന്നുള്ള കാരണം പ്രവർത്തികൾ യേശു നാം മാത്രമാണ് നമ്മൾ അറിയുന്നത്. എന്നാൽ അന്ത്യവിധിയിൽ അങ്ങനെയല്ല, ഓരോരുത്തരുടെ പ്രവൃത്തികളും എല്ലാവരുടെയും മുമ്പിൽ വെളിവാക്കപ്പെടുകയും അങ്ങനെ നിത്യമായ നരകത്തിൽ പോയവർ നരകത്തിലേക്ക് തന്നെ, സ്വർഗത്തിൽ പോയ സ്വർഗത്തിലേക്ക് തന്നെ, അങ്ങനെ നമ്മുടെ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൽ നമ്മൾ ശരീരത്തോടു കൂടിയും ഉയർത്തെഴുന്നേറ്റ് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പിന്നെ പൊതുവായിട്ട് നമ്മുടെ ഓരോ പ്രവർത്തികൾ എല്ലാവരുടെയും മുന്നിൽ വെളിവാക്കപ്പെടുമെന്നാണ് അന്ത്യവിധിയിൽ നടക്കാൻ പോകുന്നതെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ ശരീരവും മഹത്വപൂർണ്ണമായി തീരും. ശരീരത്തിൻ്റെ മഹത്വത്തിൽ ഒരു ഗ്ലോറിഫൈ ചെയ്ത് ശരീരം ഒരു പ്രകാശമയമായ ഒരു മഹത്വമുള്ള ഈശോയുടെ ശരീരത്തിന് തുല്യമായ രീതിയിൽ നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കും പോവുകയും ചെയ്യുന്നു എന്നാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഈ സൃഷ്ടപ്രപഞ്ചവും ഈ ലോകവുമെല്ലാം പരിപൂർണതയിലേക്ക് എത്തുകയും പ്രപഞ്ചം മുഴുവൻ രൂപാന്തരപ്പെടും. നമ്മളും ഓരോ വ്യക്തികളുടെ ശരീരവും രൂപാന്തരപ്പെട്ട് അതെല്ലാം അവർ പുതിയ ഒരു ആകാശവും പുതിയ ഭൂമിയും ഒരു ഭൂമി ഈ യേശുവിൻ്റെ അന്ത്യ സമയത്ത് നടക്കുമെന്നാണ് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത്. ദൈവമായൊരു സന്തോഷത്തിലേക്ക്, ദൈവമായൊരു ആനന്ദത്തിലേക്ക്, ഒരു പ്രകാശത്തിലേക്ക് മാതീകരിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും അന്ത്യവിധിയിൽ യേശുവിനോട് കൂടെ ഒന്നായി തീരുന്ന ഒരവസ്ഥയിലെത്തുമെന്നാണ് സഭ നമ്മെ വിശ്വാസത്തിൽ പഠിപ്പിക്കുന്നത്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്താണ് ലഭിക്കുക എന്നാണ് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്. കത്തോലിക്ക സഭ വിശ്വാസം അനുസരിച്ച് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി നമ്മൾ തിങ്ങടപ്പെട്ട ഒരു അന്താമർത്തിയ സുനദോസ് ജനതകളെ പ്രകാശം എന്ന ചാക്രികത്തിൽ മരിച്ചവർ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിതരാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധിയും രക്ഷകരവുമായ ഒരു ചിന്തയാണ്. നമ്മൾ സഭ മരിച്ചുപോയ എല്ലാ വ്യക്തികൾക്കും വേണ്ടിയും മധ്യസ്ഥം വഹിച്ച് സഭ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവർക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവരെ സഹായിക്കുക മാത്രമല്ല അവരുടെ മധ്യസ്ഥം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. കൂടുതൽ ഫലപ്രദമായി തീരാനായിട്ട് അത് നമുക്ക് ഉപകാരമായി തീരും. അന്ത്യകാലത്തിലെ എല്ലാ വിശുദ്ധരും നമ്മളെ പഠിപ്പിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി സ്വർഗത്തിൽ ഉള്ളവരെ പോലെ തന്നെ സഹായിക്കാനായിട്ട്, ശ്രീനത്തിൽ കേൾക്കുന്ന ആൾമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവർ പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് അവർക്ക് വേണ്ടി ഈശോയുടെ മുന്നിൽ മധ്യസ്ഥമായി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടിയും അവർ നീതിയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അവർക്ക് ഭൂമിയിൽ അവർ ഓരോ മരിച്ച ഓരോ വ്യക്തികളും ഒരു സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊന്നും നമുക്ക് വ്യക്തമായി അറിയില്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈശോയെ പ്രസാദിപ്പിക്കുന്ന ഏറ്റവും നല്ല പ്രാർത്ഥനയാണെന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. കത്തോലിക്ക സഭയിൽ മാത്രമേ ഈ ഒരു വിശ്വാസമുള്ളൂ. ബാക്കി സഭകളിലെല്ലാം പന്തോക്സ്ത മറ്റ് സഭകളിലെല്ലാം ഇങ്ങനെ ഒരു വിശ്വാസം തന്നെ അവർക്കില്ല. അതുകൊണ്ട് നമ്മൾ കത്തോലിക്കർക്ക് മാത്രമാണ് മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള പ്രത്യേകമായൊരു ബോധ്യവും ഒരു വിശ്വാസവും ലഭിച്ചിരിക്കുന്നുള്ള ബോധ്യത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. സുനിൽ ആത്മാക്കൾ ഒത്തിരി സഹിക്കുന്ന വ്യക്തികളാണ്. അവരെ നമ്മൾ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം കടപ്പെട്ടവരാണ്.
ഒരു ശരീരത്തിലെ അവയവങ്ങളായ നമ്മൾ പുണ്യന്മാരുടെ ഐക്യത്തിൽ വിജയസഭ, സഹനസഭ, ഈ 3 സഭ തലങ്ങളിലും ശരീരത്തിലെ ഒരു അവയവമാണ് ഓരോ വ്യക്തികളും എന്ന ബോധത്തിൽ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കടമയാണ് കത്തോലിക്ക സഭയിലെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്, നമ്മുടെ ഒരു വിളിയാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും കടമയുണ്ട്. ദൈവം നമുക്ക് നൽകുന്ന ഒരു വിളിയാണെന്നുള്ള ബോധത്തിൽ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവരും വിസ്മരിക്കപ്പെട്ട് ആരും പ്രാർത്ഥിക്കാനില്ലാത്തവർക്ക് വേണ്ടിയും പ്രത്യേകം നിയോഗം വെച്ചത് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിസ്മൃതിയിൽ ആകപ്പെട്ടു പോയവരും ആരാലും പ്രാർത്ഥിക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ സ്വാർത്ഥതയില്ലാതെ അവർക്കെല്ലാം സാർവത്രിക സഭയിലുള്ള സകലർക്ക് വേണ്ടിയും മരിച്ചുപോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള ഒത്തിരി ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, പൈശാചിക പീഡകളൊക്കെ അതിൽ നിന്ന് മാറാനായിട്ട് ഈ വിശുദ്ധിക്കാൻ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സാധിക്കുമെന്ന് പല അനുഭവസ്ഥരും അതിൽ നിന്ന് വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. പല വിശുദ്ധരും അവരെ ദർശനത്തിൽ കണ്ട കാര്യങ്ങൾ പറയും. ശുദ്ധീകരണത്തിൽ തന്നെ പല തട്ടുകളുണ്ട്. അതിൽ ഏറ്റവും താഴത്തെ തട്ടിലുള്ള ഒരു ഭാഗം നരകത്തിനുള്ള ഏറ്റവും അടുത്ത് ചേർന്ന് കിടക്കുന്നതാണ് അവരുടെ സഹനമാണ് ഏറ്റവും കഠിനമായ സഹനം. ദുനിയാത്തിലെ ഏറ്റവും ആഴത്തിൽ കിടക്കുന്ന അധികം സഹിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ടും നരകത്തോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും താഴത്തെ തട്ടിലുള്ള ആത്മാക്കൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് യേശുവിന് തിരുരക്തം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഒത്തിരിയേറെ അവരുടെ സഹനങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, മക്കൾക്ക് വേണ്ടിയും ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടും മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കുടുംബത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേക കടമയുണ്ട്. സാർവത്രിക തലങ്ങളിൽ മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട് മാമോദീസ നൽകിയ വൈദികർക്ക്, കുർബാന നൽകിയ നമുക്ക് വിശുദ്ധ കുർബാന തന്ന വൈദികർ, വിവാഹം നടത്തി തന്ന വൈദികർ, പിന്നെ വചന പ്രഘോഷകർ, മെത്രാന്മാർ, സമർപ്പിതർ, അങ്ങനെ മാർപ്പാപ്പ, നമ്മളെ സന്യസ്തർ, അങ്ങനെ നമ്മളെ മതബോധന പഠിപ്പിച്ച അധ്യാപകർ, അങ്ങനെ നമ്മളെ വിശ്വാസത്തിലേക്ക് നയിച്ച എല്ലാ വ്യക്തികളെയും, അവരൊക്കെ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത വ്യക്തികളായിരിക്കും, അവർക്കെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാ ആത്മാക്കളും ക്രിസ്തുവുമായുള്ള ഐക്യപ്പെട്ട് ഇരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പല ദോഷങ്ങളും പാപസാഹചര്യങ്ങളും കടന്നു വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രീനാഥിലെ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ തടസ്സങ്ങളിൽ നിന്നൊക്കെ മാറി കിട്ടാനായിട്ട് നമ്മൾ പാപബന്ധനങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും നമുക്ക് മോചനം പ്രാപിക്കാനായി മനുഷ്യ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പല ദോഷങ്ങളും പിന്നെ നമ്മുടെ കൗദാശിക സ്വീകരണത്തിൽ നിന്നുള്ള പ്രാർത്ഥനയിൽ നിന്നുള്ള അകന്നു പോകുന്നതൊക്കെ കാരണം അതിനെല്ലാം മോചനം പ്രാപിക്കാനായിട്ട് ഈ ശ്രീ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രത്യേകം പെട്ടെന്ന് അനുഗ്രഹം ലഭിക്കുന്നതായിട്ട് പല വ്യക്തികളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് പിന്നെ വീടുകളിൽ നിന്ന് മരിച്ചുപോയ സകല ആത്മാക്കൾക്ക് നമ്മൾ താമസിക്കുന്ന പ്രദേശത്തുള്ള ആത്മാക്കൾക്കൊക്കെ വേണ്ടിയും പ്രത്യേകം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പല കെട്ടുകളും അഴിയപ്പെടുന്നതായിട്ടും ഈ പല വ്യക്തികളുടെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്ക് സ്വർഗത്തിൽ ലഭിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ഈ മരിച്ചുപോയ ആത്മാക്കൾ നമ്മളെ സ്വീകരിക്കാനായിട്ട് പ്രത്യേകം ആനയിക്കുകയും നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥ ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുമെന്നാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിൽ കാണാൻ സാധിക്കും. പിശാചുകൾ പല വ്യക്തികളെയും ശല്യം ചെയ്യാനായിട്ട് പോയപ്പോൾ സ്തുതിയാത്മാക്കളും അവർ നേരിട്ട് അവരിടപെടുകയും അവരെ പിശാചുകളിൽ നിന്ന് അവരിൽ നിന്ന് ആട്ടി ഓടിക്കാനായിട്ട് അവരെ സഹായിക്കുകയും ചെയ്തുവെന്നും നമുക്ക് ഫൗസ്റ്റീന ഡയറി കുറിപ്പിലെല്ലാം കാണാൻ സാധിക്കും. നമ്മൾ സ്തുതിയാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സ്തുതിയാന്തരത്തിലുള്ള അവരുടെ കാലാവധിയെ അളവ് കുറയ്ക്കാനായിട്ട് സ്വർഗത്തിലെത്താനായിട്ട് സാധ്യമായി തീരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒത്തിരി ദൈവത്തിൻ്റെ സഹായവും നന്മയും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട്, നമ്മുടെ ഭൗതിക മേഖലയിൽ പോലും നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട്, ആത്മീയ മേഖലയിൽ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് ദൈവം പ്രത്യേകമായ കൃപകളും ഈ മരിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കാൻ ദൈവം ഇട നൽകുമെന്നും നമുക്ക് വിശുദ്ധ പുസ്തകങ്ങളിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമ്മുടെ തലമുറയത്തപ്പോഴും കഴിഞ്ഞു പോയ തലമുറയോ കെട്ടുകളൊക്കെ അവർക്ക് ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാനായി തലമുറകളായി വരുന്ന പല രോഗങ്ങളും ബന്ധനങ്ങൾ അതിൽ നിന്നെല്ലാം മോചനം പ്രാപിക്കാനും മുൻതലമുറകൾക്ക് വേണ്ടിയും നമ്മൾ ശാപബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് അവർക്ക് വേണ്ടി തലമുറയിലെ ജനങ്ങൾ അവർക്ക് വേണ്ടിയും അവർക്ക് ഹൃദയത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഗുണം വരും തലമുറയ്ക്ക് പോലും ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം. വിശുദ്ധിയാൻ പ്രത്യേകം പിന്നെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അവരെ ഓരോരുത്തരും പ്രാർത്ഥനയിൽ കുർബാനയിൽ ആളപ്പെടുന്നതായിട്ട് കാണാനുള്ള അനുഭവം അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തെയും ഒത്തിരി സന്തോഷിപ്പിക്കുന്ന ഒരു രീതിയാണ് സ്തുതിയാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവത്തെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. സ്തുതിയാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ദൈവം നേരിട്ട് പല കൃപാവരങ്ങൾ കൊടുക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം, ദൈവത്തിൻ്റെ വലിയ കൃപ ആ വ്യക്തികൾക്ക് പ്രത്യേകമായ ചില കൃപകളൊക്കെ ദൈവം അങ്ങനെയുള്ള വ്യക്തികൾ കൊടുക്കുന്നതായിട്ട് വിശുദ്ധരുടെ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം അവർക്ക് നിത്യമായൊരു പ്രതിഫലം ദൈവം അവർക്ക് ഈ സ്ത്രീനാത്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് നൽകും. വിശ്വാസത്തിലേക്ക് ദൈവത്തിലേക്കുള്ളൊരു വിളിയായിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവരുടെ ദൈവികമായ ഒരു പദ്ധതിയാണ് സ്തുതിയാനായിട്ടുള്ള ആത്മാക്കളുടെ അവസ്ഥ. ആ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം, കരുണയെ കൊണ്ട് പ്രാർത്ഥിക്കാം, പിന്നെ ദൈവത്തിൻ്റെ ദൈവിക രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ജപമാല തന്നെ രണ്ട് രീതിയിൽ അർപ്പിക്കാൻ സാധിക്കും. നൊവേന രീതിയിലും പിന്നെ ഒറ്റ ജപമാല പ്രവൃത്തിയായിട്ടും പിന്നെ 54 ദിവസത്തെ നൊവേനയായിട്ട് 44 ദിവസത്തെ ജപമാല, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ജപമാല അർപ്പിക്കാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ മഹത്വം 4 രഹസ്യങ്ങളുണ്ട്. സന്തോഷം, മഹത്വം, പ്രകാശം, അങ്ങനെ 4 രഹസ്യങ്ങൾ മുഴുവൻ ഒരു ജപമാല ചൊല്ലിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് 27 ദിവസം നിയോഗം വെച്ച് സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥന നിയോഗത്തിന് വേണ്ടിയിട്ട് 54 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയൊക്കെ സഭയിലുണ്ട്.
ഈശോനെ 40-ാം ദിവസമാണ് സ്വർഗ്ഗാരോഹണം ചെയ്തതെന്ന് ഓർമ്മയ്ക്കായിട്ട് 40 ദിവസം ജപമാല ചൊല്ലിയും കരഞ്ഞിര കൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യവും സഭയിലുണ്ട്. നമ്മളെന്നാലും സ്ത്രീയത്തിലാത്മാർക്ക് ജപമാല ചെല്ലുമ്പോൾ മഹത്വത്തിൻ്റെ രഹസ്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നും നമുക്ക് കാണാൻ സാധിക്കും. സന്തോഷം, ദുഃഖം, മഹത്വം, പ്രകാശം എന്നീ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ യേശുവിൻ്റെ ഒരു ജീവിതം മുഴുവനും ധ്യാനിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ജപമാല ചൊല്ലുമ്പോൾ തന്നെ പൊതുവായൊരു വിഷയത്തെ നിയോഗം വെച്ചുകൊണ്ട് നമ്മുടെ പൊതു വ്യക്തികളും ലോകം മുഴുവനുള്ള വ്യക്തികളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥന കഴിച്ചു വയ്ക്കാം. മാരകഭാവത്തിൽ കഴിയുന്നവരുടെ മനസ്സാന്തത്തിന് വേണ്ടിയിട്ടും പിന്നെ മരുന്നദാസനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് തന്നെ നമ്മുടെ മരുന്നും നല്ല മരുന്നും ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഓരോ രഹസ്യം ചെല്ലുമ്പോഴും പ്രകാശത്തിൻ്റെ രഹസ്യം ചെല്ലുമ്പോഴും നമ്മൾ ദൈവികമായ പ്രകാശത്തിലേക്ക് എന്നെയും സകല മരിച്ചുപോയ ആത്മാക്കളെയും അവരെ കൂട്ടിക്കൊണ്ടു പോകണമേ എന്ന് പ്രാർത്ഥിച്ച് നിയോഗിച്ചിട്ട് ജപമാല ചെല്ലാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം. ദുഃഖ രഹസ്യമാണ് നമ്മൾ കാഴ്ചവെക്കുന്നെങ്കിൽ ഈശോയുടെ പീഡാസനം കുരിശുമരണത്തിൻ്റെ യോഗ്യതയിൽ മരിച്ചുപോയ ആത്മാക്കളെയെല്ലാം അവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ എന്ന് നിയോഗിച്ചുകൊണ്ട് നമുക്ക് ജപമാല ചെല്ലാം. അങ്ങനെ ഓരോ ജപമാലകളും ഓരോ നിയോഗം വെച്ചവർക്ക് വേണ്ടി പ്രത്യേകം അവരെ ഓരോരുത്തരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ, അവരെ പാപങ്ങൾ പരിഹാരം കടങ്ങൾ കുറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഓരോന്നും ധ്യാനിച്ചുകൊണ്ട് ഓരോ ജപമാല അല്ലെ ഓരോ രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഓരോ നിയോഗം വെച്ചുകൊണ്ട് വിശുദ്ധ ജെർദൂസിൻ്റെ ജെർസൂദിൻ്റെ പ്രാർത്ഥന വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. അത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കരുണയ ജപമാല നമുക്ക് ഒരു ദിവസം തന്നെ 9 കരുണയ ജപമാല ചൊല്ലി മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 24 ദിവസത്തെ ജപമാലേൻ്റെ 54 ദിവസത്തെ 40 ദിവസത്തെ ഒക്കെ ജപമാല കരുണയ ജപമാല ചൊല്ലിക്കൊണ്ട് നമുക്ക് മരിച്ചവർക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. ജർദു നിത്യപിതാവേ, ഇന്നത്തെ ദിവസം ലോകമാകം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയോട് ചേർന്നുകൊണ്ട് അങ്ങേ ദൈവപുത്രൻ്റെ ഏറ്റവും വിലയേറിയ രക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയും എല്ലായിടത്തുമുള്ള പാപികൾക്ക് വേണ്ടിയും സാർവത്രിക സഭയിലും പാപികൾക്ക് വേണ്ടിയും എൻ്റെ സ്വന്തം ഭവനത്തിലും കുടുംബത്തിനുമുള്ള മരിച്ചവർക്ക് വേണ്ടിയും ഞാൻ അങ്ങേ കാഴ്ചവെക്കുന്നു. ആമേൻ. ഇത് ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഒരു ഒത്തിരി ആത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കാനായിട്ട് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ ചൊല്ലിയ പ്രാർത്ഥന. അത് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് ഒത്തിരി ആത്മാക്കൾ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ കുർബാനയാണ് എല്ലാ കൗദാശിക പ്രസാദഫലങ്ങളിലെയും ഏറ്റവും വലിയ കേന്ദ്രമായ കൂദാശ പരിശുദ്ധ കുർബാനയാണ്. ഈശോ തന്നെ ആണ് ബലിയർപ്പിക്കുന്നത്. പിതാവ് തന്നെ കാഴ്ചവെച്ചുകൊണ്ട് പാപത്തിന് പരിഹാരമായി നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾ പരിഹാരമായിട്ട് പ്രസാദഫലങ്ങളുടെ കൃപകൾ എല്ലാം ധാരാളമായി ഒഴുകുന്നത് പരിശുദ്ധ കുർബാനയാണ്. കുർബാനയോളം ശക്തിയായ ഒരു പ്രാർത്ഥന വേറെ ഇല്ല. ഓരോ കുർബാനയും നമ്മൾ കാഴ്ചവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സ്ത്രീനാൽമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കാം. യോഹന്നാൻ അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. പരിപൂർണമായ പ്രസാദവരം നൽകുന്ന ഏറ്റവും വലിയ കൂദാശ വിശുദ്ധ കുർബാനയാണ്.
നമ്മുടെ തടസ്സങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉള്ളവർ എല്ലാം സ്വർഗത്തിലെത്താനായിട്ട് അവരെ ഓരോരുത്തരെയും മരിച്ചുപോയ ആത്മാക്കളെയും നമ്മൾ കടമയാണെന്ന് കരുതിയിട്ടുണ്ട്. എല്ലാ മാരകപാപങ്ങൾ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വിശുദ്ധ ഫൗസ്റ്റീനോസ് ഈശോ പറയുന്നുണ്ട്, ഏറ്റവും വലിയ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പാപികളുടെ മനസ്സാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ ഏറ്റവും വലിയ പൂർവികത പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണെന്ന് ഫൗസ്റ്റീനോസ് പറയുകയെന്നും. അപ്പോൾ അതുപോലെ നമ്മൾ പൂർവികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പല താൽക്കദോഷങ്ങളും പല രോഗത്തിൻ്റെ മേഖലകളും പിന്നെ പാരമ്പര്യമായി വരുന്ന പല രോഗങ്ങളും തകർച്ചകളും തടസ്സങ്ങൾ പിന്നെ ദുശീലങ്ങൾ താൽക്കദോഷങ്ങൾ എല്ലാം ഈ തലമുറയിൽ നിന്നും അടുത്ത തലമുറയിൽ നിന്നും കടന്നു പോകാനായിട്ട് രോഗത്തിൻ്റെ ബന്ധനങ്ങൾ, കുടുംബ തകർച്ചകൾ, പിന്നെ വിവാഹ തകർച്ചകൾ, പിന്നെ പരസ്പര കുടുംബങ്ങൾ തമ്മിലുള്ള തകർച്ചകൾ, ഇതെല്ലാം പരസ്പര സ്നേഹത്തിൻ്റെ തകർച്ചകളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് പൈശാചിക മേഖലകളിലെല്ലാം വിടുതൽ പ്രാപിക്കാനായിട്ട് യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ കുർബാനയിലും യോഗ്യതയിൽ മാത്രമേ സാധിക്കുള്ള ബോധ്യത്തിൽ നമുക്ക് മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. ഗ്രിഗോറിയൻ കുർബാന എന്ന് പറഞ്ഞ ഒരു രീതിയുണ്ട്. അത് ഒരു വൈദികൻ തന്നെ 30 ദിവസം അടുപ്പിച്ചിട്ട് നമ്മുടെ നിയോഗത്തിന് വേണ്ടിയും കുർബാന അർപ്പിച്ച് മരിച്ചവർക്ക് വേണ്ടിയും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഗ്രിഗോറിയൻ കുർബാന എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും മെഴുകുതിരി കത്തിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കണം. കുരിശിൻ്റെ വഴി പ്രാർത്ഥന, കുരിശിൻ്റെ വഴി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രത്യേകം ആഴ്ച ഒരിക്കലെങ്കിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചെല്ലാനായിട്ട്, നമ്മുടെ പാപങ്ങൾ പരിഹാരം ചെയ്യാനായിട്ട്, സ്തുതിയാന്താത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാനായിട്ട് പരിശ്രമിക്കാം. പിന്നെ പരിശുദ്ധമ്മ നേരിട്ട് സ്തുതിയാനത്തിൽ വന്ന് ഇവരെ പാപികളെല്ലാം മോചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുള്ള കഴിവ് ദൈവം പരിശുദ്ധമ്മയ്ക്ക് മാത്രമാണ്. മറ്റുള്ളവരെ അങ്ങനെ സ്തുതിയാനത്തിൽ നിന്നും പാപത്തിൽ നിന്നൊക്കെ മോചിപ്പിക്കാനായിട്ടുള്ള പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പരിശുദ്ധമ്മ. പാപികളെ മനസ്സാന്തരത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് ലോകം കരുണയിലേക്ക് വരാതെ ഒരിക്കലും ഫൗസ്റ്റീനോസ് ദൈവം പറയാനും ഈ ലോകം മുഴുവനും യേശുവിൻ്റെ കരുണയിലേക്ക്, കരുണക്കടലിലേക്ക്, തിരക്തത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഫൗസ്റ്റീനയ്ക്ക് പറയുന്നു. മാരകമായ പാപികളുടെ മാനസാന്തരം, പിന്നെ മരണാസന്നർക്ക് വേണ്ടിയുള്ള വ്യക്തികൾക്ക് വേണ്ടിയും സ്തുതിയാന ആത്മാക്കൾക്ക് വേണ്ടി കരുണ ചൊല്ലി പ്രാർത്ഥിക്കുക. സുഹൃജപങ്ങൾ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോ മറിയം ഔസേപ്പയും മരിച്ച ആത്മാക്കൾക്ക് കൂട്ടായിരിക്കണമേ. ഈശോ മറിയം ഔസേപ്പയും ഞങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കണമേ. ഈശോ മറിയം ആത്മാവെയെല്ലാം ഞങ്ങളെ ആത്മാവിനെ രക്ഷിക്കണമേ. ഈശോ മറിയം ഔസേപ്പയെ ഞങ്ങളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഒരു സുഹൃജപങ്ങൾ ചൊല്ലി പോകുന്നത് പിന്നെ നമ്മളെ മാതാവിൻ്റെ ലുറ്റിനെയും തിരുരക്തത്തിൻ്റെ ലുറ്റീനെയും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസം ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് സകല മരിച്ചവരുടെ ലുറ്റീനെയൊക്കെ പിന്നെ വചനം വായിച്ചുകൊണ്ട് വചനം വായിച്ച് ആവർത്തിച്ച് വചനം വായിക്കുന്നത് നമ്മളെ ശുദ്ധീകരണ ആത്മാക്കളെ അതിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ഈ പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നത് വളരെ നല്ല യേശുവിൻ്റെ തിരുരക്തം അപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ തിരുരക്തം നമ്മൾ സകല പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഇതൊക്കെ എല്ലാം ഈ പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കൊണ്ട് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അപ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമാണ്. അതങ്ങനെ ഈ യേശുവിൻ്റെ വചനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് വചനം വായിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപകളും ശക്തികളും നമ്മളിലേക്കും ഒക്കെ ധാരാളം ഒഴുകാനായിട്ട് കൃപ വരും. അപ്പോൾ വചനം അരമണിക്കൂർ നേരമെങ്കിലും ഡെയിലി വായിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടിട്ടുണ്ട് വളരെ ആവശ്യമാണ്.
പിന്നെ നമ്മളെപ്പോഴും കുടുംബ പ്രാർത്ഥനയിലെത്തിക്കുന്ന മരിച്ച ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോശത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ശുമിച്ച കർത്താവിന് വിലമതിയാത്ത തിരക്തത്താൽ മരിച്ച ആത്മാക്കൾ നമ്മിൽ കരുണിയായിരിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് കുടുംബ പ്രാർത്ഥനയിലും 5 പ്രാവശ്യമൊക്കെ ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം അതല്ല ഈ പ്രാർത്ഥന എല്ലാവർക്കും അറിയുന്നതാണ്. അതൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം. ഈശോ തിരക്തത്തെ കാഴ്ചവെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഏറ്റവും വളരെ ശക്തമായ പ്രാർത്ഥനയാണ്. ഈശോ തിരക്തമേ മരിച്ച ആത്മാക്കളെ മേൽ ചൊരിയുന്നമേ. ഈശോ തിരക്തമേ അവരെ ഈ മരിച്ചുപോയ ആത്മാക്കളെ മേൽ കരുണ കാണിക്കണമേ. എത്ര നാളെ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നത്, അതൊക്കെ ഒത്തിരി ഫലപ്രദമായ പ്രാർത്ഥനകളാണ്. വിശുദ്ധ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. വിശുദ്ധ പിതാവ് മരിക്കുന്ന മരണാസന്നന്റെ മധ്യസ്ഥനാണ്. വിശുദ്ധ പിതാവ് പിതാവിൻ്റെ ജപം ചെല്ലാനായിട്ട് നമുക്ക് മുഖ്യദൂതന്മാരുടെ പ്രാർത്ഥനയൊക്കെ ചെല്ലാനായിട്ട്, പ്രത്യേകിച്ച് മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന വളരെ ശക്തമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട്, ബന്ധന പ്രാർത്ഥനയൊക്കെ ചെല്ലാനായിട്ട് നമ്മൾ പ്രത്യേകം പരിശ്രമിക്കാം. ഉപവാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലദായകമാണ്. ആഴ്ച ഒരു ദിവസമെങ്കിലും ഉപവാസം എടുത്തുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ത്യജിച്ചുകൊണ്ട്, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട്. ദാനധർമ്മം പാപങ്ങൾക്ക് പരിഹാരമാണ്. ദാനധർമ്മം ഉദാരമായി ദാനം ചെയ്യാനായിട്ട്, അങ്ങനെ ഓരോ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഓരോ നിയോഗം വെച്ചുകൊണ്ട് ഓരോ ദാനധർമ്മങ്ങൾ നടത്താനായിട്ട്, പിന്നെ പരിത്യാഗം ചെയ്ത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട്, അത് പഞ്ചേന്ദ്രിയങ്ങളെ നിഗ്രഹം ചെയ്തുകൊണ്ട് മറ്റുള്ള സൽപ്പേരിനൊക്കെ കളങ്കം വരാതെ നല്ല നല്ല കാര്യങ്ങൾ, വാക്ക് പ്രവർത്തികളൊക്കെ നല്ല പഞ്ചേന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് പരിഹാരം നിറഞ്ഞൊരു ജീവിതം മരിച്ചവരുടെ കടം വീട്ടാനായിട്ട് നമുക്ക് ഇടയായിത്തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമയത്തിൻ്റെ കടം, ശാരീരികമായ കടം, രണ്ടാഴ്ച കൂടുമ്പോഴങ്ങൾ സംസാരിച്ച് അനുദപിച്ച് നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മൾ നല്ല വിശുദ്ധിയിലാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന ഫലദായകമായി തീരുകയുള്ളൂ എന്നുള്ള ബോധത്തിൽ നമ്മൾ ജീവിതം പൂർണ്ണമായി വിശദീകരിച്ചുകൊണ്ട് മറ്റുള്ള മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടിയും വ്യക്തമായി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തരും പരിശ്രമിക്കാം. എന്നാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വൃഥ ആയി പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. സംസാരിച്ച് മനസ്സാന്തരപ്പെട്ട് അനുദപിച്ച് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ മറിയ ഔസേപ്പേ, ഈ ആത്മാവിൻ്റെ കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥന 300 പ്രാവശ്യമെങ്കിലും ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ ഓരോ സഹനങ്ങളും പരാതിപ്പെടാതെ നമ്മുടെ സഹനങ്ങളൊക്കെ ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കാം. പിന്നെ നമ്മൾ ക്ഷമ കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ വാക്കുകളും പ്രവർത്തികളും ആരെങ്കിലും മരണാന്തരമായിട്ട് ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും ക്ഷമിക്കാതെയാണ് അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയും വ്യക്തിപരമായി ചെന്ന് അവരോട് ക്ഷമ ചോദിക്കുകയും അവർക്ക് വേണ്ടി അവരോട് വ്യക്തികളോട് ക്ഷമ ചോദിച്ച് അവരെ ക്ഷമ കൊടുക്കുകയും ചെയ്ത്, ക്ഷമിക്കാതെ മരിച്ചുപോയ വ്യക്തികൾക്ക് ഒരിക്കലും സ്വർഗത്തിലെത്തിച്ചേരാൻ സാധിക്കില്ലെന്ന പോയിട്ടില്ല. എല്ലാവരും ക്ഷമിച്ച് എല്ലാവരും ക്ഷമ കൊടുത്തുകൊണ്ട് നമ്മൾ അവരിൽ നിന്ന് ആരെങ്കിലും വ്യക്തികളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും മോശമായി പറഞ്ഞു പോവുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ചെന്ന് നമ്മൾ ക്ഷമ ചോദിക്കുകയും ക്ഷമ വാങ്ങിക്കുകയും ഒക്കെ കൊടുത്തുകൊണ്ട് ഒക്കെ നമ്മൾ അതിൽ നിന്ന് മോചനം ഭാവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഈശോയും നിത്യനരകം എന്നൊരു യാഥാർത്ഥ്യമാണ്. ആ നരകം എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം സ്വതന്ത്രമായിട്ട് ദൈവത്തെ
സമയത്ത് പോലും മരിക്കുന്ന സമയത്ത് പോലും ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല, ദൈവത്തെ എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹത്തെയും കരുണയെയും തള്ളി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി ധാർമ്മികമായ എല്ലാ അധപതനത്തിലേക്കും കടന്നു ചെല്ലാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ മരുന്ന സമയത്ത് പോലും സ്വന്തമായ മനസ്സോട് കൂടി കാരുണ്യമായ സ്നേഹത്തെ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മരണ സമയത്ത് പോലും ദൈവത്തെ തള്ളി പറഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും കരുണയിലേക്കും അനുദപിച്ച് വരാത്ത വ്യക്തികൾക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് നിത്യനരകം എന്ന് പറയുന്നത്. മാരകമായ പാപത്തിലായിരിക്കുന്ന വ്യക്തിയെയാണ് നരകം എന്ന അവസ്ഥയിലേക്ക് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ മനഃപൂർവ്വം വേണ്ട എന്ന് ആ വ്യക്തിയും തീരുമാനിക്കുകയും നിത്യമായ നാശത്തിലേക്ക് നിബന്ധിക്കുകയും ചെയ്യുന്നു. എന്താണ് ശിക്ഷാവിധി എന്ന് പറയുന്നത്? പ്രകാശ ലോകത്തിലേക്ക് വന്ന മനുഷ്യൻ പ്രകാശത്തിലേക്ക് അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു എന്നാണ്. പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നിത്യജീവൻ ലഭിക്കും. പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം തമ്മിൽ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ കരുണയെ ആവശ്യമില്ല, ദൈവത്തെ ആവശ്യമില്ല എന്ന് മനഃപൂർവ്വം തള്ളി പറഞ്ഞ് മാരപാപത്തിൽ മരിക്കുന്ന സമയത്ത് പോലും ദൈവത്തെ ധിക്കരിച്ചു അനുദപിക്കാതെ ആ പാപത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തെ വേണ്ടെന്ന് പറയുന്ന ജീവിക്കുന്ന അവസ്ഥയാണ് മരിച്ചു പോകുന്ന നരകമെന്ന അവസ്ഥ. വിശ്വസിക്കാനും മരണത്തിൽ മനസ്സാന്തപ്പെടാനും മരണത്തിൻ്റെ സമയം വരെ ദൈവം നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദൈവത്തിന് ഒരാളുടെ നരകവും ഒരു വ്യക്തിയും നരകത്തിലേക്ക് പോകാൻ വേണ്ടി മുൻകൂർ ദൈവം ആരെയും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക. ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ഒരാൾ ആത്മാവ് പോലും നശിച്ചു പോകുന്നതെന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മുൻവിധിയൊന്നും ദൈവം ഒരാളുടെ കാര്യത്തിലും വെച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിത്യനാശത്തിലേക്കും ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നത് യേശുവാണെന്നും യേശു തന്നെ ആ സ്നേഹത്തെ ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടാന്ന് മനഃപൂർവ്വം തള്ളി പറഞ്ഞ് ദൈവത്തെ ആശ്രയിക്കാതെ ജീവിക്കുന്ന അവസ്ഥയാണ് മാരകപാപം എന്ന് നിബന്ധിച്ച ഒരവസ്ഥ നരകത്തിലേക്ക് നിബന്ധിക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. ദൈവവുമായി വേർപ്പെട്ടിരിക്കുന്ന ആത്മാവ് മരിക്കുന്നതെങ്കിലും ആ വ്യക്തി നിത്യമായ നരകത്തിലേക്ക് നിബന്ധിക്കാനായിട്ട് സാധിക്കും. നരകത്തിലെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തെ ഒരിക്കലും കാണാനായി സാധിക്കില്ല എന്നാണ്. ദൈവവുമായി വേർപെട്ട അവസ്ഥയാണ് നരകമെന്ന് പറയുന്നത്. നരകത്തിൽ പോയ വ്യക്തി ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല. നിത്യമായ ഒരു നാശത്തിലേക്ക് വീണു പോകാനായി സാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഏതെങ്കിലും സമയത്ത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം പോരാ, അത് മരണാന്തരം വരെ അത് ആ വിശ്വാസം മുറുകെ പിടിക്കുകയും നമ്മൾ ക്രിസ്തുവിനെ ദൈവത്തെ രക്ഷിതാവും നാഥനുമായും ഹൃദയത്തിൽ വിശ്വസിച്ചേറ്റ് പറഞ്ഞ് ദൈവത്തെ രക്ഷനാഥനുമായി സ്വീകരിക്കാനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരുടെ വരുത്തമേന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈശോയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവികമായ കൃപകളും ദാനങ്ങളും നൽകണമേ. ഈ ലോക ജീവിതത്തിൽ മാത്രം ചിന്തിക്കാതെ ഇതിനപ്പുറം ഒരു സ്വർഗത്തിന് വേണ്ടിയും ജീവിക്കാനുള്ള ബോധ്യത്തിൽ ഈ വാക്കും പ്രവർത്തികളും എല്ലാം ദൈവത്തിന് ചേർന്ന വിധത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും മറ്റുള്ളവരെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയും അവർക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാനും സ്നേഹത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് നമ്മുടെ പരമാവധി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം.
മറ്റുള്ളവരുടെ ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ, ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യാനും അവരെല്ലാം സ്വർഗത്തിലേക്ക് എത്തിക്കാനായിട്ട് ഉള്ളൊരു ദാഹം സ്വർഗത്തെ കുറിച്ച് നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു അതനുസരിച്ചാണ് നമ്മളെ വിധി നിൽക്കുന്നത്. നമ്മൾ സ്വർഗത്തെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മൾ അതിലെത്തിച്ചേരാനായിട്ട് ഇടവരുന്നു. അപ്പം നമ്മൾ നല്ല സ്വർഗത്തെ ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കാതെ അതിനപ്പുറമുള്ള ഒരു ലോകം സ്വർഗമുണ്ട് എന്നുള്ള അവസ്ഥയിൽ ദൈവമായ ഒരു ഒന്നായി ഐക്യത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തിലെ സമയവും ചിന്തയും പ്രവർത്തികളുമെല്ലാം ദിനത്തിലെ രഹസ്യഭാവങ്ങളും രഹസ്യമായി ചെയ്ത എല്ലാ തെറ്റുകളും രഹസ്യമായി ചെയ്ത എല്ലാ ഗുണങ്ങളും സൽപ്രവർത്തികളും എല്ലാം അന്ത്യവിധി ദിവസത്തിൽ വെളിവാക്കപ്പെടുമെന്ന ബോധത്തിൽ ഓരോ നിമിഷവും ദൈവത്തെ നമ്മൾ അനുദപിച്ച് മാനസാന്തരപ്പെട്ടുകൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് നമുക്കൊരു മരണത്തോടുകൂടി നമുക്ക് എല്ലാ യോഗ്യതകളും സ്വീകരിക്കാനുള്ള സമയം കഴിയുമെന്നുള്ള ബോധ്യത്തിൽ ഓരോ നിമിഷവും നമുക്ക് യേശുവിലായിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ സംസാരിച്ച് കുർബാനയെ സ്വീകരിച്ച് വിശുദ്ധിയിലെ പ്രാർത്ഥനയിലെ ഐക്യത്തിൽ യേശുവിനെ ഒന്നായി ഞങ്ങൾ നാളുകൾ നമ്മെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗ്രാമത്തിന് പരിശുദ്ധാത്മാവിൻ നാമത്തിൽ